ഈ മൊഞ്ചാരോ പോലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. ചില ആളുകൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നവരുണ്ട്. വയറ് ഫുള്ളായെന്നൊരു ഫീലിംഗ് തരുമല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ആദ്യത്തെ ഡോസിലൊക്കെ വരാം. കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം എക്സസൈസും ഈ ഡയറ്റും ഇല്ലാതെ, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെയറായിട്ട് ഇപ്പോൾ ഉള്ള ഒരു വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർ പെട്ടെന്ന് ഇത് എടുക്കുമ്പോഴൊക്കെ അവരുടെ ബ്ലൈൻഡ്നെസ് ഭയങ്കര റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് പഠനങ്ങളിൽ പ്രൂവ്ഡ് ആണ്. ബാക്കി എല്ലാ ഭക്ഷണവും കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരുന്ന ബ്ലാക്ക് കോഫി മാത്രം കുടിച്ച് റിവേഴ്സ് ആവുന്നല്ല. ആദ്യം പറയുമ്പോൾ കാലറി കുറയ്ക്കുക, എക്സസൈസ് ചെയ്തൊക്കെ. അഥവാ ലിവർ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥയുണ്ടല്ലോ, ഫൈബ്രോസിൻ്റെ ലിവർ ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് കുറച്ച് കട്ടൻ കാപ്പി കുറയ്ക്കും. നമ്മുടെ കളേർഡ് വെജിറ്റബിൾസും മെഡിറ്ററേനിയൻ ഡയറ്റും നല്ല കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, മൈദ, പൊറോട്ട അതൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല ചോറ്, നാര് നല്ലതാണ്. നാര് ഈ പറഞ്ഞ പോലെ ഈ പച്ചക്കറിക്കകത്ത് ഇതിൻ്റെ അകത്തൊക്കെയുള്ള നാര്. ഫ്രൂട്ട്സ് കഴിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതാണോ നല്ലത്? രണ്ടാണ്. കാരണം ജ്യൂസ് ആക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാരെടുത്ത് കളയുക ചെയ്യും. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാരുണ്ട്. അപ്പോൾ ഈ നാര് ഈ ഫ്രക്ടോസിനെ അകത്തേക്ക് കയറി പോകാണ്ടിരിക്കാതെ. ലിവറിന് നല്ലതാന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി രാവിലെ കുടിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഡീടോക്സിഫിക്കേഷൻ, അതായത് വിഷങ്ങളെ റിമൂവ് ചെയ്യുക. ലിവർ നമ്മുടെ ശരീരത്തിനെ ഫുള്ള് ഡീറ്റോക്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനെ ഡീറ്റോക്സ് ചെയ്യേണ്ട എന്തോ അധികമായാലും അമൃതും വിഷം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇപ്പോൾ ലിവർ സംബന്ധമായ അസുഖങ്ങൾ സ്ത്രീകളിൽ വരുന്നതിലും പുരുഷന്മാർ വരുന്നതിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? 9 തവണ പെണ്ണുങ്ങളിൽ ആണുങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ചില അസുഖങ്ങൾ പെണ്ണുങ്ങളിൽ കൂടുതലാണ്. പുറത്ത് സിംറ്റംസ് വരണമെന്നില്ല. പക്ഷെ എന്നാലും ക്ഷീണം, ഇവിടെ റൈറ്റ് സൈഡിൽ വയറിൻ്റെ മുകളിലായിട്ട് ഒരു മൈൽഡ് ഹെവിനെസ്സോ പെയിനോ, ഇൻഫ്ലമേഷൻ, അതായത് AST-ALT എത്ര കൂടി നിൽക്കുന്നു, ലിവർ കട്ടിയാകുന്നു. ഈ 2 സാധനങ്ങളാണ് നമ്മൾ പേടിപ്പെടുത്തുന്നത്. വാട്ട് ഈസ് ഫാറ്റി ലിവർ? ഫാറ്റ് ലിവർ എന്ന് വെച്ചാൽ ലിവറിൽ കൊഴുപ്പ് വരിക. അതായത് ലിവറിൻ്റെ അകത്ത് 5% കൂടുതൽ കൊഴുപ്പ് വന്നാൽ നമ്മൾ ഫാറ്റ് ലിവർ എന്ന് വിളിക്കും. അതാണ് ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ 3-ൽ 2 പാർട്ടിൽ കൂടുതൽ, അതായത് 66% കൂടുതൽ ലിവറിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഗ്രേഡ് 3 ആയി. അപ്പോൾ ഗ്രേഡ് 3 എന്ന് കാണുന്ന റിപ്പോർട്ടിൽ ഈ ലിവർ ഇങ്ങനെ ഇരിക്കുന്ന ലിവറിൽ 66% ഫാറ്റാണ്, ബാക്കിയുള്ള ലിവർ. അതായത് ലിവറിൻ്റെ സൈസും കൂടി ഉണ്ടാവും. ലിവർ സ്ട്രെച്ചായി വലുതായിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു 60% കൊഴുപ്പായിരിക്കും, ഫാറ്റായിരിക്കും. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ 5% തൊട്ട് ഒരു 20-30% വരെ ഫാറ്റ്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഗ്രേഡ് 2. ഇത് നോക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് അൾട്രാസൗണ്ട് സ്കാൻ. അപ്പോൾ അതിനകത്ത് ഈ ഗ്രേഡ് പറയും. അപ്പോൾ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അതാണ്, ലിവറിൽ കൊഴുപ്പുണ്ടാവുക. ഫാറ്റ് ലിവർ വലിയ പ്രശ്നമുള്ളതല്ല. ഫാറ്റ് ലിവർ മാത്രമാണെങ്കിൽ ഫാറ്റ് ലിവറിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ലിവറിൽ നീര് വരും, അതായത് ഇൻഫ്ലമേഷൻ വരും. അപ്പോഴാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ അകത്ത് 2 എൻസൈം SGOT, SGPT, AST-ALT എന്ന് പറയും. അപ്പോൾ ഈ 2 സാധനങ്ങൾ ബ്ലഡിലൊക്കെ ഇങ്ങനെ കൂടി നിൽക്കും. ഈ സിമ്പിളായിട്ടുള്ള ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ആ ഇൻഫ്ലമേഷൻ നിൽക്കുമ്പോഴാണ്, നീരിങ്ങനെ കുറേ നാൾ നിൽക്കുമ്പോഴാണ് ഈ ലിവർ കട്ടിയാവാൻ തുടങ്ങുന്നത്. ലിവർ സാധാരണ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കണം, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇയർ ലോബ് പോലെ സോഫ്റ്റ് ആയിരിക്കണം. അത് കട്ടി ഹാർഡായിട്ട് ഈ ഒരു കല്ല് പോലെയാകും, ചെറുതായി കല്ല് പോലെ. അതിനെയാണ് സിറോസിസ് എന്ന് പറയുക. അപ്പോൾ ഈ കട്ടിയാവുന്ന പ്രോസസ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഫാറ്റ് ലിവർ ഒരു സാധനം, ലിവർ കട്ടിയാവുന്ന വേറെ സാധനം. ഈ ഫാറ്റ് ലിവർ എന്നാണോ, അപ്പോൾ ഫാറ്റ് ലിവർ കൂടുമ്പോഴാണോ ഈ കട്ടിയാവുന്നതും ഈ സിറോസിസിലേക്ക് മാറുന്നത്? അതൊരു കാരണമാണ്, മെയിൻ കാരണമാണ്. അപ്പോൾ സിറോസിസ് ഉള്ളവർക്ക് ഒരു 40% ഈ ഫാറ്റി ലിവർ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ കാരണമാണ് ഇതാവുക. അപ്പോൾ കട്ടിയാവുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ളവർക്ക് തന്നെ ചിലപ്പോൾ കട്ടിയായി പോയിരിക്കാം. അപ്പോൾ നമ്മൾ ഫാറ്റ് മാത്രമല്ല നോക്കേണ്ടത്, ലിവർ കട്ടിയാവുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് നമുക്ക് പേടിക്കേണ്ട കാര്യം. ഇൻഫ്ലമേഷൻ, അതായത് AST-ALT എത്ര കൂടി നിൽക്കുന്നു, ലിവർ കട്ടിയാവും നോക്കുക. ഈ 2 സാധനങ്ങളാണ് നമ്മൾ പേടിപ്പെടുത്തുന്നത്. കൊഴുപ്പമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രേഡ് 3 ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ പോകുമെന്ന് കാണാറുണ്ട്. പക്ഷേ അത് ഇൻഫ്ലമേഷനും ഫൈബ്രോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് പ്രശ്നമുണ്ടാകുക. ഫൈബ്രോസിസിൻ്റെ അങ്ങേ അറ്റമാണ് സിറോസിസ്, ലിവർ സിറോസിസ്. ഈ ഫാറ്റ് ലിവർ ഇപ്പോൾ മിക്ക ആളുകളും പറയുന്നുണ്ട് പോട്ടെ ഗ്രേഡ് 1 അല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്രേഡ് 1 ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വന്ന് നമുക്കിത് കട്ടിയാവും, സിറോസിസിൽ ആവും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും അത് ഗ്രേഡ് 1 ആണ് എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് നിസ്സാരവൽക്കരിക്കരുത് അല്ലേ? അതെ, അതായത് ഗ്രേഡ് 1 അവിടെ ഏത് ടെസ്റ്റിലാണ് കാണുന്നത്? നമ്മൾ അൾട്രാസൗണ്ടിലാണ് കാണുന്നത്. അപ്പോൾ അൾട്രാസൗണ്ടിൽ ഗ്രേഡ് 1 കണ്ടാൽ നമ്മൾ അതിനെ വിടരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ അകത്ത് AST-ALT, പിന്നെ നമ്മുടെ ഒരു പ്ലേറ്റഡ് കൗണ്ട്. അപ്പോൾ ഇത് ഒരു 10-300 രൂപ ആവുള്ളൂ. ഈ AST-ALT പ്ലേറ്റഡ് നോക്കാൻ 300-400 രൂപ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FIB-4 എന്ന് പറഞ്ഞൊരു സ്കോർ കിട്ടും. FIB-4 അത് ഈസി ആയിട്ട് ഇൻ്റർനെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ പ്രായം ഇടുക, AST-ALT, പ്ലേറ്റ്ലെറ്റ്, ഈ 4 സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോർ വരും. അത് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോർമലാണെങ്കിൽ നമ്മൾ സേഫാണ്. പിന്നെ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവർ കട്ടിയായിട്ടില്ല നമുക്ക് ഉറപ്പ് വരുത്താം. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഫാറ്റ് ലിവർ റിവേഴ്സ് ആക്കിയാൽ മതി. അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്ത് ബാക്കി
നമ്മൾ അത് പെട്ടെന്ന് റിവേഴ്സ് ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് നടക്കണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രോഗ്രസ് ആയി സിറോസിസ് ആവാം. ഇപ്പോൾ ഈ ലിവർ ടെസ്റ്റ് നമ്മൾ എത്ര കാലം കൂടുമ്പോൾ ചെയ്യണം? അങ്ങനെയില്ല, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുക. അറിയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന സിംറ്റംസ് വളരെ കുറവാണ്. സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അതാ പറഞ്ഞു, ഒരു ലിവർ ഒരു 70% ഡാമേജ് ആവുന്ന വരെ നമുക്ക് പുറത്ത് സിംറ്റംസ് വരണമെന്നില്ല. പക്ഷെ എന്നാലും ക്ഷീണം, ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ വയറിൻ്റെ മുകളിലായിട്ട് ഒരു മൈൽഡ് ഹെവിനെസ്സോ പെയിനോ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരാറുണ്ട്. ലിവറിൻ്റെ ക്യാപ്സ്യൂൾ സ്ട്രെച്ച് ആയിട്ട്, ലിവർ വലുതായിട്ട്, അങ്ങനെ ചെറിയ സിംറ്റംസേ വരാറുള്ളൂ, അല്ലാതെ സിംറ്റംസ് വരാറില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ, ഷുഗർ ബോർഡർ ലൈൻ ആണെങ്കിൽ, കൊളസ്ട്രോൾ ഡീറേഞ്ച്ഡ് ആണെങ്കിൽ, BP കൂടുതലാണെങ്കിൽ, മദ്യപാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ലിവർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലിവറിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. പിന്നെ അല്ലാതെ റുട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിനകത്ത് ഫാറ്റ് ലിവർ വന്നെങ്കിൽ പിന്നെ നമ്മൾ വർഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകണം. ബാക്കി പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യണം. സിമ്പിളായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി, അത് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇത് നമുക്ക് സിറോസിസിലോട്ടൊക്കെ പോയെത്താം. ഞാനൊരു വീഡിയോയിൽ കണ്ടു, ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിയാണ്? ശരിയാണ്, അത് പഠനങ്ങളിൽ പ്രൂവ്ഡ് ആണ്. ഇന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഭക്ഷണവും കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരുന്ന ബ്ലാക്ക് കോഫി മാത്രം കുടിച്ച് റിവേഴ്സ് ആവുന്നല്ല. ബ്ലാക്ക് കോഫി ഒരു അഡ്ജങ്ക്റ്റ് ആണ്. ഈ സാധനങ്ങളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ 2 കപ്പ് കട്ടൻ കാപ്പി മധുരം ഇടാണ്ട് കുടിക്കുക. മധുരം ഇടാന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്ത് വീണ്ടും കാലറി കൂടി. അപ്പോൾ നമ്മൾ ഫാറ്റ് ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം പറയുമ്പോൾ കാലറി കുറയ്ക്കുക, എക്സസൈസ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് കട്ടൻ കാപ്പി ഹെൽപ്പ് ചെയ്യും. അത് ഫാറ്റ് ലിവർ കുറയ്ക്കാമെന്ന് മാത്രമല്ല, അഥവാ ലിവർ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥയുണ്ടല്ലോ, ഫൈബ്രോസിൻ്റെ കട്ടി കൂടുന്നതിനെ കുറച്ച് പ്രോഗ്രഷനെ കുറച്ച് കുറയ്ക്കും, സ്പീഡ് കുറച്ച് കുറയ്ക്കും. പിന്നെ ലിവർ അഥവാ കട്ടിയായി സിറോസിസ് ആയെന്നുണ്ടെങ്കിൽ ലിവർ ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതും കുറച്ച് കട്ടൻ കാപ്പി കുറയ്ക്കും. കട്ടൻ കാപ്പി കുടിക്കുന്നതിൽ അത് കുറവാന്ന് കണ്ടിട്ടുണ്ട്. അത് വെസ്റ്റേൺ സ്റ്റഡി, ചൈനീസ് സ്റ്റഡീസ് ഒക്കെയാണ്. അപ്പോൾ അത് കുടിക്കുന്ന നല്ല കാര്യമാണ്. ഈ ലിവർ ഹെൽത്തിന് വളരെയധികം അത്യാവശ്യമായ ഒരു 5 ഫുഡ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ളത്, ഈ ഫുഡ് കഴിക്കുന്ന ബാക്കിയുള്ള ഫുഡ് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ സാധനം കൂടെ കഴിക്കുക എന്നുള്ളതല്ല. എപ്പോഴും നമ്മൾ എത്ര കഴിക്കുന്നു എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് കാലറി റെസ്ട്രിക്ഷൻ കുറച്ച് കഴിക്കുക. പിന്നെ അതിനകത്ത് എന്ത് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ കളേർഡ് വെജിറ്റബിൾസും മെഡിറ്ററേനിയൻ ഡയറ്റും, അതായത് ഈ പച്ചക്കറികൾ നമ്മുടെ ഡയറ്റ് തന്നെ ആയാലും മതി, പക്ഷെ പച്ചക്കറികൾ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുക, ബാലൻസ് ആവാനായിട്ട് ഡയറ്റ്. രണ്ടാമത്തെ പ്രോട്ടീൻ, ഭക്ഷണത്തിൽ പ്രോട്ടീൻ നല്ലപോലെ വേണം. അതിനകത്ത് മുട്ട നല്ലതാണ്. മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയും കഴിക്കാം. മുട്ടയുടെ മഞ്ഞയിൽ കോളിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ലിവറിനകത്ത് ഫാറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഡയറ്റിലും എല്ലാ പ്ലേറ്റിലും ഒരു 30% പ്രോട്ടീൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, മൈദ, പൊറോട്ട അതൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല ചോറ്, ഫുൾ ഗ്രെയിൻസ്, മൾട്ടി ഗ്രെയിൻസ്, മില്ലറ്റ്സ് അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ചോറ് അരിയൊക്കെ കഴിക്കുന്ന നല്ലതാണ്. ജങ്ക് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് പറയുമ്പോൾ. നാലാമത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബർ, നാര് നല്ലതാണ്. നാര് ഈ പറഞ്ഞ പോലെ ഈ പച്ചക്കറിക്കകത്ത് ഇതിൻ്റെ അകത്തൊക്കെയുള്ള നാര്, ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് മൊത്തമായിട്ട് ചവച്ച് കഴിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഫൈബർ ഉണ്ടാവും, അത് ഷുഗർ അബ്സോർപ്ഷനെ കുറയ്ക്കും. അഞ്ചാമത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കട്ടൻ കാപ്പി ഒരു നല്ല അഡ്ജങ്ക്റ്റ് ആണ്. അപ്പോൾ ബാലൻസ് ഡയറ്റും പ്രോട്ടീനേഷ്യസ് ഡയറ്റിൻ്റെ കൂടെ 2 കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട്സ് മുഴുവനായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ ചില ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ പറയും ജ്യൂസ് സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചില ഡോക്ടർമാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ജ്യൂസായിട്ട് കഴിക്കുന്നതാണോ അതോ പഴങ്ങൾ അതേപോലെ തന്നെ കഴിക്കുന്നതാണോ നല്ലത്? അതിപ്പോൾ ലിവറിനെ സംബന്ധിച്ചാലും എങ്ങനെയാണെങ്കിലും, ഇപ്പോൾ ഒരു ഓറഞ്ച് നമ്മൾ ചവച്ച് കഴിച്ചാലും ഓറഞ്ച് ജ്യൂസായിട്ട് കുടിച്ചാലും രണ്ടാണ്. കാരണം ജ്യൂസ് ആക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാരെടുത്ത് കളയുക ചെയ്യുക, അതിനകത്ത് നാരില്ലല്ലോ. അപ്പോൾ ആ നാരെന്ന് പറയുന്നതാണ് ഈ ഷുഗറിൻ്റെ, ഈ ജ്യൂസിൻ്റെ അകത്തുള്ളതല്ല, ഈ ഓറഞ്ചിനകത്തുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണ്. ഇതേ ഷുഗറാണ് നമ്മുടെ പെപ്സിയിലും കൊക്കക്കോളയിലുള്ളത്, ഫ്രക്ടോസ് തന്നെയാണ്. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിനകത്ത് നാരുണ്ട്. അപ്പോൾ ഈ നാര് ഈ ഫ്രക്ടോസിനെ അകത്തേക്ക് കയറി പോകാണ്ടിരിക്കാതെ കുറച്ചൊക്കെ അബ്സോർപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒറ്റയടിക്ക് സ്പൈക്ക് ആവില്ല, പതുക്കെ സ്പൈക്ക് ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ജ്യൂസ് ആക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നാര് പോകുമ്പോൾ ഈ ഷുഗർ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് പെപ്സിയും കൊക്കോളയൊക്കെ കൂടുന്ന പോലത്തൊക്കെ തന്നെ നമ്മുടെ ഷുഗറിനെ
സ്പൈക്ക് ആക്കിയിട്ട് കൂട്ടുന്നു. അപ്പോൾ എപ്പോഴും ഫുള്ളായിട്ട് ഫ്രൂട്ട് കഴിക്കുക. ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഷുഗർ കൂടുമൊന്നുമില്ല. ഒരു ദിവസം 1-2 ഫ്രൂട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷുഗർ സ്പൈക്സ് ഉണ്ടാവുന്നില്ല. പക്ഷേ അതേസമയം ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഞാൻ പറഞ്ഞ പെപ്സിയിലുള്ള അതേ ഷുഗർ തന്നെയാണ്, ഫ്രക്ടോസ് തന്നെയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുകയും ഷുഗർ കൂടുകയും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫാറ്റ് ലിവർ ഉണ്ടാക്കില്ല. എലിയിലൊക്കെ ഫ്ലാറ്റ് ലിവർ ഉണ്ടാക്കുന്നത് ഈ കോളീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ ഫ്രക്ടോസ് ഡയറ്റും ഹൈ ഫാറ്റ് ഹൈ ഫ്രക്ടോസ് ഡയറ്റാണ് കൊടുക്കുക. ഫ്രക്ടോസാണ് കൊടുക്കുക ഫാറ്റ് ലിവർ ഉണ്ടാക്കാനായിട്ട്. ദിവസങ്ങളിൽ ഈ എലികൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവും. ഇതേ ഷുഗർ തന്നെയാണ് ഓറിജിനകത്തുള്ളത്. പക്ഷെ അത് ഫ്രൂട്ടായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്പൈക്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ജ്യൂസ് അവോയ്ഡ് ചെയ്യുക, ഫ്രൂട്ടായിട്ട് കഴിക്കുക. ഈ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്, ലിവറിന് നല്ലതാന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി രാവിലെ കുടിക്കുന്നത്. അങ്ങനത്തെ കുറേ ഡീറ്റോക്സ് ഡ്രിങ്ക് എന്നാണ് അതിന് പറയുക. അത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റോക്സ് ഡ്രിങ്കുകളുണ്ട്. ചിലപ്പോൾ ഇത് ഒരു ഹെൽത്തിനെ കുറിച്ച് യാതൊരു വലിയ ഐഡിയ ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഇത് ഞാൻ പരീക്ഷിച്ച ഡീറ്റോക്സ് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റോക്സ് ഡ്രിങ്കുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ആദ്യം നമ്മൾ പറഞ്ഞു, ലിവർ എന്ന് പറഞ്ഞാൽ ഒരു 500 ഫംഗ്ഷൻ ചെയ്യും. അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഡീറ്റോക്സിഫിക്കേഷൻ, അതായത് വിഷങ്ങളെ റിമൂവ് ചെയ്യുക. ശരീരത്തിൽ എന്ത് വിഷം കഴിച്ചാലും റിമൂവ് ചെയ്യുന്ന ആളാണ് ലിവർ. ലിവറാണ് ശരീരത്തിൽ ഡീറ്റോക്സ് ചെയ്യുന്ന ആൾ. ആ ലിവറിനെ ഡീറ്റോക്സ് ചെയ്യേണ്ട കാര്യമില്ല. ലിവർ നമ്മുടെ ശരീരത്തിനെ ഫുള്ള് ഡീറ്റോക്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനെ ഡീറ്റോക്സ് ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്യാൻ പറ്റൂല. അതൊന്ന്. രണ്ടാമത്തേത്, മഞ്ഞൾ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല കളർ തരും. അപ്പോൾ അത്രയും ഡോസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തും അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിനകത്തിട്ട് ഒരുപാട് മഞ്ഞൾ കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ലിവർ ടോക്സിസിറ്റി വരെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഡോസ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കറിക്കകത്തുള്ള പോലെ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ മഞ്ഞളിൻ്റെ അകത്ത് ആൾക്കാർ ലിവറിന് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്ന സാധനം കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഈ മഞ്ഞൾ നമ്മൾ കഴിക്കുമ്പോൾ അത് അബ്സോർബ് ആവുന്നില്ല. ഈ കുർക്കുമിൻ ഈ പഠനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഇഞ്ചക്ഷൻ വഴിയും സെല്ലിൻ്റെ അകത്ത് കുർക്കുമിൻ ചെല്ലുന്ന കാര്യം നമ്മൾ അകത്തേക്ക് കൊടുത്തിട്ടാണ്. അത് ഈ കഴിക്കുന്ന വഴി അത് ഈ പറയുന്ന ഡോസിലകത്തേക്ക് കയറില്ല, ബാക്കിയുള്ള ആൽക്കലോയിഡ് കയറുകയും ചെയ്യും, അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സാധാരണ കറിക്കകത്തൊക്കെ നമുക്ക് മഞ്ഞളിട്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ആവശ്യമില്ലാതെ എല്ലാ ദിവസവും ഒരുപാട് മഞ്ഞളെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഡീറ്റോക്സ് ഡ്രിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ട്രഡീഷണൽ ഫുഡ് തന്നെ മിതമായ അളവിൽ കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഡീറ്റോക്സിനൊന്നും ആവശ്യമില്ല. നേരത്തെ ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ സ്ത്രീകളിലും പുരുഷന്മാരിലും ഫാറ്റി ലിവർ വരുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് സ്ത്രീകളിലെ ലിവറും പുരുഷന്മാരിലെ ലിവറും സ്ട്രക്ചർ വൈസ് അല്ല ഞാൻ പറയുന്നത്, അവർക്കിപ്പോൾ ലിവർ സംബന്ധമായ അസുഖങ്ങൾ സ്ത്രീകളിൽ വരുന്നതിലും പുരുഷന്മാർ വരുന്നതിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഫാറ്റി ലിവറിൽ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. സാധാരണ നമ്മുടെ പേഷ്യൻസ് കൂടുതൽ ആണുങ്ങളായിരിക്കും ലിവറിൻ്റെ. അതിന് ഒരു കാരണം ഒരു പക്ഷേ ആൽക്കഹോൾ ആവാം. മദ്യപാന ആൽക്കഹോൾ ആണുങ്ങളിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളതാവാം. അല്ലാതെ വലിയ ഡിഫറൻസസ് ഇല്ല. പക്ഷെ അസുഖങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ചില അസുഖങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അതൊക്കെ പെണ്ണുങ്ങളിൽ 3 തവണ കൂടുതലായിട്ടാണ് കാണുക. പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം 9 തവണ പെണ്ണുങ്ങളിൽ ആണുങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ചില അസുഖങ്ങൾ പെണ്ണുങ്ങളിൽ കൂടുതലാണ്. PSC എന്ന് പറഞ്ഞ അസുഖം കുറച്ച് ആണുങ്ങളിലാണ് താരതമ്യേന നോക്കുമ്പോൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ ചില അസുഖങ്ങൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വ്യത്യാസം വരാൻ എന്നുള്ളതല്ലാതെ പിന്നെ ഈ മദ്യപാനത്തിൻ്റെ ഡോസ് പറയുന്ന പെണ്ണുങ്ങൾക്ക് ചെറിയ ഡോസിൽ തന്നെ നേരത്തെ ഫാറ്റി ലിവർ വരാം എന്നൊക്കെ ചെറിയ ഒബ്സർവേഷണൽ സ്റ്റഡീസ് ഉണ്ട്. അത് നമുക്കറിയില്ല. അല്ലാതെ ലിവറിൻ്റെ അകത്ത് അങ്ങനെ വലിയ വ്യത്യാസം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലില്ല. പക്ഷേ വരുന്ന അസുഖങ്ങൾ തമ്മിലുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണുങ്ങൾക്കാണ് ഈ സിറോസിസ് വരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ, അങ്ങനെ ഈ അസുഖങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കൂടുതലായതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധ ചെലുത്തും. കാരണം നോക്കണമല്ലോ. ലിവർ സിറോസിസ് ആയിട്ട് 2 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ആണോ അങ്ങനെ നമ്മൾ ചിന്തിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വ്യത്യാസമുണ്ട്, ചെറിയതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അസുഖങ്ങൾ 2 പേരിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഭക്ഷണ രീതിയും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരേപോലെ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ആൽക്കഹോളിൻ്റെ ഡോസ് വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങൾക്ക് ചെറിയ ഡോസിൽ തന്നെ പെട്ടെന്ന് ഫാറ്റ് ലിവർ വരാം. നമ്മുടെ ഡെഫിനിഷനും അങ്ങനെ തന്നെയാണ്. ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണോ, ഇത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണോ എന്ന് പറയാനായിട്ട് ആൽക്കഹോളിൻ്റെ എമൗണ്ട് പറയാമല്ലോ, അത് പെണ്ണുങ്ങൾക്ക് കുറവാണ് ആണുങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ആണുങ്ങളിപ്പോൾ 3 പെഗ് അടിക്കുന്ന സ്ഥാനത്ത് പെണ്ണുങ്ങൾക്ക് 2 പെഗ് അടിച്ചാൽ തന്നെ വരാം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആൽക്കഹോളിൻ്റെ ഡോസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാവാം ഈ ഫാറ്റി ലിവറിൻ്റെ ഈ ആൽക്കഹോളിൻ്റെ ഡോസുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ വ്യത്യാസമില്ല. അസുഖങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കരൾ സംബന്ധമായ അസുഖങ്ങൾ ആണുങ്ങളിലാണോ പെണ്ണുങ്ങളിലാണോ കൂടുതലായിട്ട് കാണുന്നത്? ഒരേപോലെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയായിരുന്നെങ്കിൽ ആണുങ്ങളിൽ മദ്യപാനം ഒരു
കുറച്ച് കാലം മുമ്പ് വരെ ആണുങ്ങളിൽ കമ്പയർ ടു ഫീമെയിൽസ് കൂടുതലായിരുന്നു. ഇപ്പോഴും ഏതാണ്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആണുങ്ങളിലാണ് അസുഖം കൂടുതൽ. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു ഇക്വാലിറ്റി വരുന്നതുകൊണ്ട് പെണ്ണുങ്ങളുടെ നമുക്ക് ആൽക്കഹോളിക് ലിവർ ഡിസീസ് കാണാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെയല്ലേ. അപ്പോൾ ഇപ്പോൾ അത് ആൽക്കഹോൾ കുറഞ്ഞിട്ട് ആ അസുഖങ്ങൾ കൂടുതൽ ഫാറ്റ് ലിവർ വരുന്നുണ്ട്, ഏതാണ്ട് ഒരേപോലെ നമ്മൾ കാണാറുണ്ട്. പിന്നെ PCOD അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് ഫാറ്റ് ലിവർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കേസസ് നമ്മൾ ചെറിയ വയസ്സിൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഫാറ്റ് ലിവർ കാണാറുണ്ട്. അപ്പൊ ഈ PCODയും ഫാറ്റി ലിവറും തമ്മിൽ ബന്ധമുണ്ട് എന്നാണോ? ബന്ധമുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് രണ്ടിൻ്റെയും കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ആണ് ലിവറിലേക്ക് വന്നിട്ട് ഷുഗറിനെ കുറയ്ക്കുന്ന ആൾ. ഇൻസുലിൻ ലിവറിലേക്ക് വരുമ്പോൾ ലിവർ പറയും ഞാൻ ഷുഗർ കുറച്ച് തരാം. ഷുഗർ കുറയ്ക്കുന്ന ആൾ ലിവർ ആണല്ലോ. അപ്പോൾ നേരത്തെ ഒരു 10 ഇൻസുലിൻ വേണ്ടെടുത്ത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 20 ഇൻസുലിൻ വേണം. ലിവർ 10 ഇൻസുലിൻ വരുമ്പോൾ പറയും എനിക്കിത് പോരാ, എനിക്ക് ഇനി ഇൻസുലിൻ വേണമെന്ന് പറയും. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ വേണം നമുക്ക് നമ്മുടെ ഷുഗർ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലിവറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് കാരണമാണ് PCODയും വരുന്നത്, അത് കാരണമാണ് ഫാറ്റി ലിവറും വരുന്നത്. അതിൻ്റെ ബേസിക് സാധനം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഷുഗർ അതുകൊണ്ടാണ് വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന ഷുഗർ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് വരുന്നത്. കൊളസ്ട്രോൾ അതുകൊണ്ട് അതിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് ലിവറിനകത്ത് കൊഴുപ്പ് വരുന്നതും കൊളസ്ട്രോൾ ബ്ലഡിൽ വരാനൊക്കെ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാകും. അപ്പോൾ ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ആ രോഗങ്ങളൊക്കെ ഇപ്പോൾ കൂടി വരുന്നു എന്നുള്ളത് ശരിയാണ്. അത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഞ്ചെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഞ്ചെക്ഷൻസ് ചോദിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിട്ടുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുന്ന ഇഞ്ചെക്ഷൻസ്. അപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ ഈ പറഞ്ഞ പോലെ മാഷ് എന്ന് പറയുന്ന അസുഖം, MASLD മാഷ് എന്നൊക്കെ പറയുന്ന മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ്, അതിൻ്റെ ഫാറ്റി ലിവറിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഇത് കുറയ്ക്കുന്ന ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുന്ന ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് 2 ഡ്രഗാണ് അമേരിക്കയിൽ അപ്രൂവ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഡ്രഗ് ഈ പറയുന്ന ഇഞ്ചെക്ഷനാണ്, സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷനാണ്. അപ്പോൾ ഈ ഇഞ്ചെക്ഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ വിശപ്പ് കുറയ്ക്കും, നമ്മുടെ വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുന്നതായിട്ട് തോന്നും. അതല്ലാതെ തന്നെ അത് വെയിറ്റ് കുറയ്ക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കും, അങ്ങനെ ആൽക്കഹോളിനുള്ള ക്രേവിങ് കുറയ്ക്കും. അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് ഉള്ള മരുന്നാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. പക്ഷേ ഇത് എപ്പോഴും ഇതല്ല ഫസ്റ്റ് ലൈൻ. നമ്മൾ ഒരു ഇച്ചിരി വെയിറ്റ് കൂടി ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റ് ലിവറായിട്ട് വരുമ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യം ഈ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല. എപ്പോഴും ആദ്യം ലൈഫ് സ്റ്റൈലാണ്. ആദ്യം അവരുടെ ഡയറ്റ്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എമൗണ്ട്, കാലറി കുറച്ച് കഴിക്കാൻ പറയുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാൻ പറയുക. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ അഡ്ജങ്ക്റ്റ്. അപ്പോൾ ഈ 3 സാധനങ്ങളൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ്. പലപ്പോഴും സിറോസിസിലേക്ക് പോകാനുള്ള പ്രോഗ്രഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ്. പുതിയ ഡ്രഗ്സും ഉണ്ട്. ഈ മൊഞ്ചാരോ ഇഞ്ചക്ഷൻസിനെ കുറിച്ചാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് കിടന്ന് ഭയങ്കര വൈറലായി നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഡ്രഗ് നമ്മൾ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ വലിയ രീതിയിലൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ആളുകൾ വെയിറ്റ് കുറക്കുക എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഈ മൊഞ്ചാരോ പോലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. ചില ആളുകൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മൊഞ്ചാരോ ഇഞ്ചക്ഷൻസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ മെഡിസിൻ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ മൊഞ്ചാരോ ഫാറ്റ് ലിവറിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ അപ്രൂവ് ആയിട്ടുള്ള അതിൻ്റെ phase 3 എന്ന് പറയുന്ന 3ാമത്തെ ഫേസിലുള്ള ട്രയൽ വന്നാലേ ആവുള്ളൂ. മിക്കവാറും അടുത്ത വർഷം വരും. അപ്പോൾ അതേപോലെ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ഡ്രഗാണ് ഇപ്പോൾ ഫാറ്റ് ലിവറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റ് എല്ലാ മരുന്നും ഉണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വയറ് ഫുള്ളായെന്നൊരു ഫീലിംഗ് തരികയല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ആദ്യത്തെ ഡോസിലൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഡോസിൽ തുടങ്ങി ഡോസ് കൂട്ടി പോവുകയാണ് ചെയ്യാറ്, ആഴ്ചയിലൊരിക്കലുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഈ പേടിപ്പിക്കുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ റെയറായിട്ട് പാൻക്രൈറ്റൈറ്റിസ് ഒക്കെ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇത് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്ത അത്രയും സിവിയർ ആയിട്ട് പാൻക്രൈറ്റൈറ്റിസ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം എക്സസൈസും ഈ ഡയറ്റും ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്, എക്സസൈസും ഡയറ്റും ഇല്ലാണ്ട് ഇത് ചെയ്യരുത്. കുറേ കാലം എടുത്തു കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മുടെ മസിൽ മാസ് കുറയാം, മസിൽ പോവാം, വെയിറ്റ് പോകുന്നതിൻ്റെ കൂട്ടി ഫാറ്റും മസിലും പോവാം. അപ്പോൾ തിയററ്റിക്കലി അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിനിക്കലി നമ്മൾ പ്രാക്ടീസിൽ അങ്ങനെ അധികം കാണാറില്ല, പക്ഷേ നമ്മൾ എക്സസൈസും ഡയറ്റും ഇല്ലാതെ പേഷ്യൻറ്റ് കൊടുക്കാറുമില്ല. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെയറായിട്ട് ഇപ്പോൾ ഉള്ള ഒരു വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൈൻഡ്നെസ് കണ്ടുവരുന്നത് ഷുഗർ ഭയങ്കര അൺകൺട്രോൾഡ്, ഇത് ഷുഗർ കുറയ്ക്കുന്ന മരുന്നും കൂടിയാണ്, ഷുഗറിനും കൂടെ ഉള്ള മരുന്നാണ്. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർ പെട്ടെന്ന് ഇത് എടുക്കുമ്പോഴൊക്കെ അവരുടെ ബ്ലൈൻഡ്നെസ് ഭയങ്കര റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതത്ര ക്ലിനിക്കലി അത്ര സിഗ്നിഫിക്കൻ്റ്, അത് എല്ലാ മരുന്നിനും പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസും ഡയറ്റും ഒക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അൺകൺട്രോൾ 400-500 ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ എടുക്കണം. അതൊക്കെ ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം. നല്ല അൺകൺട്രോൾ ഷുഗർ ഉള്ളവർ ഓൾറെഡി അതിലേക്ക് പോകാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കണം. കണ്ണ്
ആ റെറ്റിന നോക്കണം. നോക്കിയതിന് ശേഷമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ആ റിസ്ക് ഒക്കെ നമ്മൾ അറിയാം നമുക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ്. അപ്പോൾ അത് നോക്കി സേഫ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓഫ് ലേബിളായിട്ട് പലരും ഇപ്പോൾ പലതും യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ കൗണ്ടർ വാങ്ങിച്ച് വെറുതെ വെയിറ്റ് കുറയാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് യൂസ് അല്ലാതെ അബ്യൂസാണ്. അത് ഡോക്ടറിനെ കണ്ട് സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ, നമുക്കത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിച്ചിട്ടേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എപ്പോഴും. അതും ഡയറ്റും എക്സസൈസും ആണ് ഫസ്റ്റ്. അതിൻ്റെ കൂടെ മൂന്നാമതായിട്ട് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ.